ശബരിമല പരാമർശിച്ചുള്ള പാരഡി ഗാനത്തിൽ കേസെടുത്തതിൽ വിമർശനം ഉയരുമ്പോഴും നടപടിയുമായി പോലീസ് മുന്നോട്ട് തന്നെ പോവുകയാണ്. വിവരശേഖരണത്തിന്റെ ഭാഗമായി സൈബർ പോലീസ് മെറ്റയ്ക്ക് കത്തയച്ചു എന്ന വിവരമുണ്ട്. പരാതിക്കാരന്റെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം പ്രതികളുടെ മൊഴിയെടുക്കാനും നീക്കം. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ തുടർച്ചയായി ഈ ഗാനം പാടുമെന്നാണ് ഇപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ MP പറയുന്നത്. നിയമപരമായ കാര്യമെന്നാണ് LDF കൺവീനർ TP രാമകൃഷ്ണൻ പറഞ്ഞത്. ഇവിടെ 21ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ വിവരക്കേട്, ഏറ്റവും വലിയ തമാശ, ആ തമാശയാണ് മാർക്സിസ്റ്റ് പാർട്ടി ഇതിനെതിരെ കേസെടുത്ത് ഗാനം എഴുതിയ, ഗാനം ട്യൂൺ ചെയ്ത, ഗാനം ആലപിച്ച എല്ലാവരെയും അറസ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞിരിക്കുന്നത്. മാർക്സിസ്റ്റ് പാർട്ടിയോട് ഞാൻ പറയാം, നിങ്ങളങ്ങനെ അറസ്റ്റ് ചെയ്ത് അകത്താക്കാനാണ് ഭാവമെങ്കിൽ കേരളത്തിലെ ജയിലുകൾ പോരാതെ വരും. കാരണം ഇനി അങ്ങോട്ട് അസംബ്ലി തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ ഞങ്ങൾ ഈ ഗാനം തുടർച്ചയായി ആലപിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. പാർട്ടി ഒരു നിലപാടൊന്നും അത് സംബന്ധിച്ച് എടുത്തിട്ടില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എടുത്തിട്ടില്ല. ചില പരാതികളുടെ അടിസ്ഥാനത്തിൽ അത് തികച്ചും നിയമപരമായ നിലപാടാണ്. ആ നിയമപരമായ നടപടി ശരിയോ തെറ്റോ എന്നൊക്കെ ആളുകൾ പരിശോധിക്കാൻ അവസരമുണ്ടല്ലോ. ഞങ്ങളത് പരിശോധിച്ച് ഇടപെട്ടിട്ടില്ല. ഇനി വേണമെന്നുണ്ട് പരിശോധിക്കാം. എന്തായാലും ഈ പ്രശ്നം വലിയ വിവാദമായിരിക്കുകയാണ്. പാരഡി ഗാനം എത്രയോ കാലമായി കേരളം ആസ്വദിക്കുന്ന സംഭവമാണ്. അതുകൊണ്ട് തന്നെ ഈ സംഗീതപ്രേമികളൊക്കെ ഇതിനെതിരെ രംഗത്ത് വരാൻ സാധ്യതയുണ്ട്. റിനു ശ്രീധർ വിവരങ്ങളുമായി ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. പറയൂ റിനു. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള പാരഡി ഗാനത്തിൽ നിലവിൽ കേസ് കൊടുത്തിരിക്കുന്നത് തിരുവാഭരണ പാത സംരക്ഷണ സമിതിയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള പ്രസാദ് കുഴിക്കാലയാണ്. നിലവിൽ CPM ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പരാതിയുമായി മുന്നോട്ട് പോയിട്ടില്ല. പക്ഷേ രൂക്ഷമായിട്ടുള്ള വിമർശനം പരസ്യമായി തന്നെ നേതാക്കളടക്കം രംഗത്തെത്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നിപ്പോൾ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ CPM ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നുണ്ട്. നിയമപരമായി ഏതെങ്കിലും തരത്തിൽ CPM മുന്നോട്ട് പോകുമോ ഇല്ലയോ എന്നുള്ളത് ഈ യോഗത്തിന് ശേഷം അറിയാം. എന്തായാലും ഇന്നലെ രാജു എബ്രഹാം ജില്ലാ സെക്രട്ടറി അടക്കം രംഗത്തെത്തി പറഞ്ഞത് CPMന്റെ സംസ്ഥാന സമിതിയുമായി ആലോചിച്ച് അതിലൊരു തീരുമാനം എടുക്കുമെന്നുള്ളതാണ്. നിലവിൽ ഇപ്പോൾ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. 3 പേർക്കെതിരെയും ഒരു സ്ഥാപനത്തിനെതിരെയും FIR രജിസ്റ്റർ ചെയ്ത അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. SP അങ്കിത് അശോകിന്റെ നേതൃത്വത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. മെറ്റയ്ക്ക് ഉൾപ്പെടെ കത്ത് നൽകി വിവരശേഖരണം നടത്തുന്നുണ്ട് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഒപ്പം ഈ പ്രസാദ് കുഴിക്കാലയ്ക്ക് നോട്ടീസ് നൽകി വിളിച്ചു വരുത്തി മൊഴി രേഖപ്പെടുത്തുവാനും തീരുമാനിച്ചിട്ടുണ്ട്. ഇതിന് നോട്ടീസ് കൈമാറിയിട്ടുണ്ട്. നാളെ ഈ അന്വേഷണത്തിന്റെ ഭാഗമായി മൊഴി നൽകുവാൻ എത്തിച്ചേരണമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. മറ്റു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ അദ്ദേഹം എത്തുമോ എന്നുള്ളതിൽ ഒരു തീരുമാനമായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എത്തിച്ചേരും എന്നുള്ളതാണ് ലഭിക്കുന്നത്. എന്തായാലും അന്വേഷണം ഊർജിതപ്പെടുത്തി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം. അല്പസമയം മുമ്പാണ് മന്ത്രി വി ശിവൻകുട്ടി അടക്കം മാധ്യമങ്ങളെ കണ്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രതികരണം നടത്തിയത്. അദ്ദേഹം പറഞ്ഞത് പാരഡി ഗാനത്തിന് ഒരു രീതിയിലും എതിരല്ല. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് CPM എല്ലാ കാലത്തും ഒപ്പം നിന്നിട്ടുള്ളതാണ്. പക്ഷേ ദൈവങ്ങളെയും മതങ്ങളെയും വിശ്വാസത്തെയും ഇത്തരത്തിൽ അപമാനിക്കുവാൻ ഒരു തരത്തിലും അനുവദിക്കില്ല എന്നുള്ളതാണ്. എന്തായാലും നിയമപരമായിട്ടുള്ള നടപടിയുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോവുകയാണ്, പോലീസ് മുന്നോട്ട് പോവുകയാണ്. CPM ഇനി ഇതിൽ ഏത് നിലപാടെടുക്കും എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടുന്നത്. CPMന്റെ തലത്തിൽ അല്ലെങ്കിൽ പാർട്ടി തലത്തിൽ ഏതെങ്കിലും തരത്തിൽ പരാതി പോകുമോ എന്നുള്ളതാണ്. പോലീസിൽ തന്നെ 2 തട്ട് അഭിപ്രായമാണ് ഇതിലുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേസ് എടുത്തു കഴിഞ്ഞാൽ ഒരു കാരണവശാലും കേസ് നിലനിൽക്കില്ല എന്നുള്ളതാണ് ഒരു വിഭാഗം പറയുന്നത്. നിയമവിദഗ്ധരും അത് തന്നെയാണ് പറയുന്നത്. കേസെടുക്കാം, പക്ഷേ കോടതിയിൽ എത്തുമ്പോൾ അത് നിലനിൽക്കില്ല എന്നുള്ളതാണ്. എന്തായാലും നിലവിൽ ഇപ്പോൾ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.